ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിൽ ആകെ 23 വാർഡുകൾ. നിലവിലെ അംഗസംഖ്യ LDF 10, UDF 10, BJP 3. ഭരണം നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് നടത്തി. പ്രസിഡന്റ് സ്ഥാനം UDF-ന്, വൈസ് പ്രസിഡന്റ് സ്ഥാനം LDF-ന്. അങ്ങനെ നറുക്കെടുപ്പാണ് LDF UDF ഒന്നിച്ചുള്ള ഭരണം തീരുമാനിച്ചത്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ കൂടിയാണ് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ്. CPM കോൺഗ്രസ് ഒരുമിച്ചൊരു ഭരണം എങ്ങനെയാണിത് സാധ്യമാകുന്നത്? 5 വർഷം പൂർത്തിയാക്കുക. 5 വർഷം പൂർത്തിയാക്കുന്ന സമയത്താണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ആശയപരമായിട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ശക്തമായ രൂപത്തിലേക്ക് സംസാരിക്കുകയും അത് നേർവഴിക്ക് നയിച്ചുകൊണ്ടാണ് പിന്നെ ഭരണം മുന്നോട്ട് പോയി കഴിഞ്ഞത്. ചില പദ്ധതികൾക്ക് വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒട്ടുമിക്ക പദ്ധതികളും പിന്നെ തർക്കം പരിഹരിച്ചുകൊണ്ട് പൂർത്തീകരിക്കാനുള്ള രൂപത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിച്ചുള്ള ഭരണത്തിൽ നേട്ടങ്ങൾ ഒരുപാടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നു. നല്ല രൂപത്തിൽ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഇത് എത്തിയാലായിരുന്നു. അതുകൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് നല്ല വികസന പ്രവർത്തനങ്ങൾ, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനോ അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലും നല്ല പേര് എടുക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. കോൺഗ്രസ് പ്രസിഡന്റും CPM വൈസ് പ്രസിഡന്റുമാണ് നയനിലപാടുകളിൽ വ്യത്യാസം ഉറപ്പ്. ഭരണത്തെ ബാധിച്ചിട്ടുണ്ടോ? ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ: അതൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരുമിച്ച് ഉള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞത്. പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിലെ 3 വാർഡുകൾ BJP-യുടെ കയ്യിൽ. UDF-ഉം LDF-ഉം ഒന്നിച്ച് ഭരിക്കുന്നതിനാൽ 3 അംഗ പ്രതിപക്ഷം. ഭരണപക്ഷത്തിനെതിരെ കാര്യമായ ആക്ഷേപങ്ങളൊന്നും പ്രതിപക്ഷത്തിനുമില്ല. ഏതെങ്കിലും മുന്നണിയെ പിന്തുണച്ച് ഭരണത്തിന്റെ ഭാഗമാകാനുമില്ല. വരും തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കരുത്ത് നേടുമെന്നാണ് അവകാശവാദം. പാർട്ടി പറഞ്ഞ് ആർക്കും പിന്തുണ കൊടുക്കണ്ട, നമ്മുടെ തീരുമാനത്തിൽ തന്നെ മാറി നിന്നയാൾ. തവണ കൂട്ടാൻ എന്തായാലും ഒരു 8 സീറ്റെങ്കിലും ഞങ്ങൾക്ക് പിടിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഭരണമാണ് ലക്ഷ്യമിടുന്നത്. പക്ഷെ ഒരുപാട് ഭരണ നേട്ടങ്ങൾ ഇവിടെ ഇനി നടപ്പിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു തന്നെ ഒന്നിച്ചുകൊണ്ടാണൊക്കെ ചെയ്യുന്നതും അല്ല, അഴിമതിൻ്റെ ഒന്നും പറയാൻ പറ്റൂല. അല്ല വോട്ടർമാർക്കും ഈ ഭരണസമിതിക്കെതിരെ കാര്യമായ ആക്ഷേപങ്ങളില്ല. പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലത്തും വൈസ് പ്രസിഡന്റും ഒക്കെ എല്ലാത്തിനും പോയിട്ട് ഒരു യോജിച്ചാൽ പോലൊക്കെ തർക്കമില്ല. അങ്ങനത്തെ ഞങ്ങൾ കേട്ടിയില്ല, ഉണ്ടായില്ല. ഞങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇനിയാണ് ട്വിസ്റ്റ്. ഇപ്പോഴുള്ള സൗഹൃദം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും ഇല്ല. ഇത്തവണ വാർഡ് വിഭജനത്തിനിടെ പഞ്ചായത്തിലെ വാർഡുകളുടെ എണ്ണം 23 നിന്ന് 24 നിലവിലെ സീറ്റുകൾ അതേപടി നിലനിർത്തിയാൽ അധികം വന്ന വാർഡിലെ ഫലം നിർണായകമാകും. ഇതിനായി കടുത്ത പോരാട്ടം ഉറപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിന് 10-ൽ താഴെ വോട്ടുകൾക്കാണ് 3-4 വാർഡുകൾ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി UDF ഈ പഞ്ചായത്തിൽ അധികാരത്തിലുണ്ട്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഈ പ്രാവശ്യം പൂർണ്ണമായിട്ടും LDF ഈ പഞ്ചായത്ത്, ഉണ്ണികുളം പഞ്ചായത്ത് പിടിക്കുന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരും LDF ഭരണ അംഗങ്ങളും. ഒന്നിച്ചുള്ള ഭരണത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഭരണസമിതി ഒന്നടങ്കം പറയുന്നത്. പക്ഷേ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണ മുന്നണി ഉണ്ടാകുമെന്ന പ്രതീക്ഷ എല്ലാവരും പങ്കുവെക്കുന്നുമുണ്ട്. അധികമായ വാർഡ് ആർക്ക് അനുകൂലമാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് 2 മുന്നണികളും. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലീലിനോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1, കോഴിക്കോട്.